നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഷെയറുകൾ വാങ്ങാം? ഷെയറുകൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു യങ്സ്റ്റർ ആണ് നിങ്ങളെങ്കിൽ ഒരു മിനിറ്റ്. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത് 30 വയസ്സിന് താഴെയുള്ള നിക്ഷേപകരാണ്. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പബ്ലിക്ലി ലിസ്റ്റഡ് ആയ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു ഇൻവെസ്റ്ററായി നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നേരിട്ട് ഷെയറുകൾ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. അവിടെയാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ കടന്നു വരുന്നത്. ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ കോൺടാക്ട് ചെയ്യാറില്ലേ? അത്തരം ബ്രോക്കർമാർ ഷെയർ മാർക്കറ്റിലുണ്ട്. നിങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഷെയറുകൾ വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ഇത്തരം സ്റ്റോക്ക് ബ്രോക്കർമാരാണ്. ഒന്നെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളോ ആകാം സ്റ്റോക്ക് ബ്രോക്കർ. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിങ്ങൾ ഇനി പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ആദ്യമായി മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറെ അപ്രോച്ച് ചെയ്യുക. സെറോദ, അപ്സ്റ്റോക്സ് തുടങ്ങിയവയാണ് ഇന്ത്യയിലെ ചില പ്രമുഖ സ്റ്റോക്ക് ബ്രോക്കർമാർ. സെക്കൻഡ് വൺ, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. ആദ്യത്തേത് പ്രൈമറി മാർക്കറ്റിൽ നിന്നും, രണ്ടാമത്തേത് സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും. ഒരു കമ്പനി ആദ്യമായി തങ്ങളുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് വിൽപ്പന നടത്തുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. ഇതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നു. ഒരു IPOയ്ക്ക് അപ്ലൈ ചെയ്യാൻ 2 വഴികളുണ്ട്. ഫസ്റ്റ് വൺ ഓഫ്ലൈനായി ആൻഡ് സെക്കൻഡ് വൺ ഓൺലൈനായി. ഓഫ്ലൈനായി IPOയ്ക്ക് അപ്ലൈ ചെയ്യാനാണോ താല്പര്യം? എങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുടെ അടുത്ത് പോയി ഒരു ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഓൺലൈനായി IPOയ്ക്ക് അപ്ലൈ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് 2 വഴികളുണ്ട്. ASBA ഫെസിലിറ്റി വഴിയും UPI ID വഴിയും. ആദ്യമായി ASBA എന്താണെന്ന് നോക്കാം. IPOയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആക്കാൻ സെബി കൊണ്ടുവന്ന ഫെസിലിറ്റിയാണ് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അഥവാ ASBA. നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിലുള്ള ഓൺലൈൻ ASBA ഫെസിലിറ്റി ഉപയോഗിച്ച് IPOയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓരോ ബാങ്കിനും അനുസരിച്ച് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ഫസ്റ്റ് വൺ, ആദ്യം നിങ്ങളുടെ നെറ്റ് ബാങ്കിംഗ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. സെക്കൻഡ് വൺ, സർവീസസ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് സർവീസസ് മെനുവിന് താഴെ ഡിമാറ്റ് ആൻഡ് ASBA എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. തേർഡ് വൺ, അടുത്ത മെനുവിൽ IPO എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഫോർത്ത് വൺ, ഇനി അപ്ലൈ IPO എന്ന് കാണുന്നതിൻ്റെ താഴെ അക്സെപ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി സെലക്ട് ചെയ്ത് IPOയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. UPI ഉപയോഗിച്ച് ഷോപ്പിംഗും ഫണ്ട് ട്രാൻസ്ഫറും ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അതേപോലെ UPIയിലൂടെ IPOയ്ക്കും അപ്ലൈ ചെയ്യാം. ആദ്യമായി ബ്രോക്കറുടെ അടുത്ത് നിന്നും കിട്ടിയ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന IPO സെലക്ട് ചെയ്യുക. രണ്ടാമതായി ഷെയറുകൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസും ലോട്ടുകളുടെ എണ്ണവും എൻ്റർ ചെയ്യുക. മൂന്നാമതായി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തതിനു ശേഷം നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യുക. നാലാമതായി നിങ്ങളുടെ UPI ആപ്പിൽ വരുന്ന ബ്ലോക്ക് ഫണ്ട് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുക. പ്രൈമറി മാർക്കറ്റിൽ നിന്നും എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഷെയറുകൾ പിന്നീട് നിങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇന്ത്യയിലെ 2 പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഷെയറുകൾ വാങ്ങാം. നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ ട്രേഡിംഗ് ആപ്പ് വഴി ഇത് ചെയ്യാവുന്നതാണ്. മറ്റു ഓപ്ഷനുകൾ ഇനി പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ബ്രോക്കറുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വേണ്ട ഷെയറുകൾ ഓർഡർ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ബ്രോക്കറുടെ വാട്സപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്തും ഷെയറുകൾ വാങ്ങാവുന്നതാണ്. ഷെയറുകൾ വാങ്ങുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരു പ്രോസസ്സാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഏത് മെത്തേഡ് ഉപയോഗിച്ച് ഷെയറുകൾ വാങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ.